നമസ്കാരം. പുതിയ റിസർവ് ബാങ്ക് ഗവർണറായി സഞ്ജയ് മൽഹോത്ര നിയമിതനായി. നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ് എന്നതുപോലെ സിവിൽ സർവീസിൽ നിന്നാണ് വരവ്. പക്ഷേ ഈ വരവിനു പിന്നിൽ ഞെട്ടിക്കുന്ന ചില അറിയാക്കഥകളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തൻ എന്ന നിലയിൽ സർക്കാർ നയം നടപ്പാക്കാൻ നിയമിതനായ ഗവർണർ എന്നാണ് ശക്തികാന്ത ദാസ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ആ ശക്തികാന്ത ദാസും പടിയിറങ്ങുന്നത് നരേന്ദ്രമോദി സർക്കാരിനോട് ഇടഞ്ഞാണെന്ന് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു? രഘുറാം രാജനും ഊർജിത് പട്ടേലും എന്നതുപോലെ സഹികെട്ടുള്ള പടിയിറക്കമാണ് ശക്തികാന്ത ദാസും നടത്തുന്നത്. രണ്ടു കാര്യങ്ങളിലാണ് ശക്തികാന്ത ദാസ് വിയോജിച്ചത്. ക്രിപ്റ്റോ കറൻസി അംഗീകരിക്കണം എന്ന കേന്ദ്ര സർക്കാർ ആവശ്യം നിരാകരിച്ചു. രണ്ടാമത്തേത് IDBIയിലെ കേന്ദ്ര സർക്കാരിന്റെയും LICയുടെയും ഓഹരി വിൽക്കാനുള്ള തീരുമാനം. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ശക്തികാന്ത ദാസിന്റെ ശക്തി ചോർത്തിയ നീക്കങ്ങൾ. IDBI ബാങ്കിൽ LICക്കും കേന്ദ്ര സർക്കാരിനും ചേർന്ന് 95% ഓഹരിയാണുള്ളത്. സർക്കാരിനും പൊതുമേഖലാ സംവിധാനത്തിനും ഇത്രയേറെ ഓഹരി പങ്കാളിത്തമുള്ള മറ്റൊരു സ്ഥാപനവും നിലവിലില്ല. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ കൈവശമുള്ളതിൽ 30.48% ഓഹരിയും LICയുടെ കൈവശമുള്ളതിൽ 30.24% ഓഹരിയും വിൽക്കാനായിരുന്നു നീക്കങ്ങൾ. ഓഹരി കേന്ദ്ര സർക്കാരിനും LICക്കും ആണെങ്കിലും റിസർവ് ബാങ്ക് നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് IDBI. അതുകൊണ്ട് തന്നെ ഈ ഓഹരി വിൽപ്പനയെ റിസർവ് ബാങ്ക് നിയമിച്ച എല്ലാ സമിതികളും എതിർത്തു. 2019 ഓഹരി വിൽക്കാനായി പ്രൈവറ്റ് ബാങ്ക് എന്ന ഘടന മാറ്റി ഉത്തരവിറക്കി. 49% ഓഹരി LICക്കും 45% ഓഹരി കേന്ദ്ര സർക്കാരിനും ഉള്ള സ്ഥാപനം സ്വകാര്യ ബാങ്ക് ആകില്ലെന്ന നിയമോപദേശവും RBIക്ക് ലഭിച്ചു. 3.25 ലക്ഷം കോടിയുടെ ബാലൻസ് ഷീറ്റ് ഉള്ള 2024 ശാഖകൾ ഉള്ള 3269 ATMകൾ ഉള്ള IDBIയുടെ ഓഹരി വിറ്റാൽ ഇപ്പോൾ കിട്ടാൻ പോകുന്ന പണമാണ് കേന്ദ്ര സർക്കാരിനെ ആകർഷിച്ചത്. രാജ്യത്തെ തന്നെ ഏറ്റവും മൂല്യമുള്ള ഓഹരി വിൽപ്പനയായി അത് മാറുമായിരുന്നു. അതിന് വഴങ്ങാൻ കഴിയാത്തതാണ് ഏറ്റവും വിശ്വസ്തനായിരുന്ന ശക്തികാന്ത ദാസിന് ഒരിക്കൽ കൂടി സ്ഥാനം നീട്ടി നൽകാതിരിക്കാനുള്ള കാരണം. വിശ്വസ്തർ വഴങ്ങാതെ പോകുന്നത് ഇത് ആദ്യവുമല്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ RBI ഗവർണർ ആയിരുന്ന രഘുറാം രാജൻ ഏതൊക്കെ വിധത്തിലാണ് ആക്രമിക്കപ്പെട്ടത്? നോട്ട് നിരോധനം നടപ്പാക്കാനുള്ള നിർദ്ദേശം 2 വട്ടം തള്ളിക്കളഞ്ഞതോടെ കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായി. ആ രഘുറാം രാജന് കാലാവധി നീട്ടി നൽകാതെ കൊണ്ടുവന്നതാണ് ഊർജിത് പട്ടേലിനെ. റിലയൻസിന്റെ ധനകാര്യ വിഭാഗം നയിച്ചതായിരുന്നു പട്ടേലിന്റെ പാരമ്പര്യം. കേന്ദ്ര സർക്കാർ പറയുന്നത് കേൾക്കാൻ കൊണ്ടുവന്ന ഗവർണർ എന്നുവരെ അധിക്ഷേപിക്കപ്പെട്ടു. നോട്ട് അസാധുവാക്കുമ്പോൾ ഊർജിത് പട്ടേൽ തന്നെയായിരുന്നു ഗവർണർ സ്ഥാനത്ത്. എന്നാൽ വിഷയം കോടതികളിൽ എത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ റിപ്പോർട്ട് നൽകാൻ വിസമ്മതിച്ചു. റിസർവ് ബാങ്കിനെ ഇരുട്ടിൽ നിർത്താൻ നീക്കമുണ്ടായെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചു. ഒടുവിൽ രാജിവെച്ച് ഇറങ്ങി. ആ കസേരയിലേക്ക് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് റവന്യൂ സെക്രട്ടറി ആയിരുന്ന ശക്തികാന്ത ദാസിനെ. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശക്തികാന്ത ദാസിന് സാമ്പത്തിക ശാസ്ത്രവുമായുള്ള ബന്ധം റവന്യൂ സെക്രട്ടറിയായി 2 കൊല്ലം ജോലി ചെയ്തു എന്നത് മാത്രമായിരുന്നു. മുമ്പും സിവിൽ സർവീസിൽ നിന്ന് റിസർവ് ബാങ്ക് ഗവർണർമാർ വന്നിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധർ കൂടിയായിരുന്നു. അങ്ങനെ അല്ലാത്ത പലരും റിസർവ് ബാങ്കിൽ തന്നെ 3-5 വർഷം ഡെപ്യൂട്ടി ഗവർണറായി നിയമനം നേടിയ ശേഷം ഗവർണർ പദവിയിൽ എത്തിയതായിരുന്നു. PC ഭട്ടാചാര്യയെയും HVR അയ്യങ്കാറെയും പോലെയുള്ളവർ SBI ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഗവർണർമാരായവരാണ്. ശക്തികാന്ത ദാസിന് കേന്ദ്ര സർക്കാരിന്റെ വിശ്വസ്തൻ എന്ന പദവി അല്ലാതെ സാമ്പത്തിക ശാസ്ത്രവുമായി മറ്റൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ആ ശക്തികാന്ത ദാസ് പോലും വിയോജിപ്പറിയിച്ച ഇടത്തേക്കാണ് സഞ്ജയ് മൽഹോത്ര കടന്നുവരുന്നത്. ഇപ്പോൾ വരുന്ന സഞ്ജയ് മൽഹോത്രയുടെ ഏറ്റവും വലിയ യോഗ്യത IIT കാൺപൂരിലെ ബിരുദമല്ല, പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് നേടിയ പബ്ലിക് പോളിസിയിലെ മാസ്റ്റേഴ്സുമല്ല. റിസർവ് ബാങ്ക് ഗവർണറാകാൻ ഇത് അയോഗ്യതയല്ലെങ്കിലും യോഗ്യതയാണെന്നും പറയാൻ കഴിയില്ല. മൻമോഹൻ സിംഗിനെയും വിമൽ ജലാനെയും ഒക്കെ പോലെ സാമ്പത്തിക ശാസ്ത്രം അരച്ചു കലക്കി കുടിച്ചു വന്നയാൾ അല്ല
സഞ്ജയ് മൽഹോത്ര. ഇപ്പോഴത്തെ ഈ വരവിലെ ഏറ്റവും വലിയ യോഗ്യത റിസർവ് ബാങ്കുമായി നടത്തിയ നിരന്തര യുദ്ധം മാത്രമായിരുന്നു. പോയ മാസങ്ങളിൽ ക്രിപ്റ്റോ കറൻസിക്ക് അനുമതി തേടിയും IDBI ഓഹരി വിൽക്കാനും ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് സഞ്ജയ് മൽഹോത്രയാണ്. അക്കാര്യത്തിൽ ശക്തികാന്ത ദാസുമായി ഇടഞ്ഞതും ഇതേ സഞ്ജയാണ്. സഞ്ജയ് മൽഹോത്ര ഗവർണറായാൽ ക്രിപ്റ്റോ കറൻസി അംഗീകരിക്കുമോ? വിവിധ റിസർവ് ബാങ്ക് സമിതികളെല്ലാം ക്രിപ്റ്റോ കറൻസിയെ അംഗീകരിക്കുന്നതിന് എതിരായിരുന്നു. സ്വർണവും എണ്ണയും ഉൾപ്പെടെ ഏത് കമോഡിറ്റിക്കും അണ്ടർലയിങ് വാല്യൂ അഥവാ അടിസ്ഥാന മൂല്യമുണ്ട്. കറൻസികൾക്കും റിസർവ് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്ന മൂല്യമുണ്ട്. അതിന് ആഗോള വിപണിയിലെ ഇടപെടലിലൂടെ ലഭിക്കുന്ന മൂല്യവുമുണ്ട്. എന്നാൽ ക്രിപ്റ്റോ കറൻസി പൂർണ്ണമായും ഊഹക്കച്ചവടമാണ്. മുച്ചീട്ട് കളി പോലെ അജ്ഞാത വസ്തുവിന് ഇല്ലാത്ത മൂല്യം നൽകിയുള്ള ഇടപാടുകളാണ് നടക്കുന്നത് എന്നായിരുന്നു രഘുറാം രാജന്റെ കാലത്ത് മുതൽ റിസർവ് ബാങ്ക് സമിതികൾ നൽകിയ റിപ്പോർട്ടുകൾ. റിസർവ് ബാങ്ക് ഇറക്കുന്ന ഡിജിറ്റൽ നാണയത്തിന് ഒരു നിശ്ചിത മൂല്യമുണ്ടാകും. 100 രൂപയ്ക്ക് 100 രൂപയുടെയും 500 രൂപയ്ക്ക് 500 രൂപയുടെയും മൂല്യമുള്ളതുപോലെ ഒരു നിശ്ചിത വില. അത് ഊഹക്കച്ചവടത്തിലൂടെ പെരുപ്പിക്കാനോ വളർത്താനോ കഴിയില്ല. മറ്റ് കറൻസികളുമായുള്ള ഇടപാടിൽ മൂല്യത്തിന് വ്യത്യാസം വരിക മാത്രമാണ് ചെയ്യുന്നത്. ഡോളറുമായുള്ള വിപണനത്തിൽ രൂപയ്ക്ക് സംഭവിക്കുന്നത് പോലുള്ള വീഴ്ച. ശരിക്കും ഓഹരി കച്ചവടവും ക്രിപ്റ്റോ കറൻസി വിപണനവും ഒന്നുമല്ല പുതിയ റിസർവ് ബാങ്ക് ഗവർണറെ കാത്തിരിക്കുന്ന വിഷയം. അത് രൂപയുടെ മൂല്യ തകർച്ച തന്നെയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി പോകുന്ന പോക്ക് കാണിച്ചു തരികയാണ് ഇപ്പോൾ രൂപ. രൂപയുടെ മൂല്യത്തിൽ ചാഞ്ചാട്ടം പണ്ട് പതിവാണ്. എണ്ണ വലിയ തോതിൽ വാങ്ങേണ്ടി വരുന്ന രാഷ്ട്രം എന്ന നിലയിൽ ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നതിൽ ഉണ്ടാകുന്ന വീഴ്ചയായിരുന്നു അത്. എന്നാൽ ഒരു നല്ല കയറ്റുമതി നടക്കുമ്പോഴോ വിദേശത്ത് നിന്ന് നിക്ഷേപം വലിയ തോതിൽ എത്തുമ്പോഴോ ഒക്കെ രൂപ തിരികെ കയറാറുണ്ട്. എണ്ണവില കുറയുമ്പോഴും രൂപ രക്ഷപ്പെടാറുണ്ട്. 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ 56 രൂപ 45 പൈസയായിരുന്നു ഡോളർ വിനിമയത്തിലെ മൂല്യം. ഇപ്പോൾ 84 രൂപ 43 പൈസ. 3 വർഷത്തിനിടെ 80 രൂപയ്ക്ക് താഴേക്ക് ഒറ്റത്തവണ പോലും ഇറങ്ങിയില്ല. അതിന് കാരണം ഇവിടെ നിന്നുണ്ടായിരുന്ന നാമമാത്രമായ കയറ്റുമതികൾ കൂടി ഇല്ലാതായതാണ്. മത്സ്യഭക്ഷ്യോൽപ്പന്ന മേഖലകളിൽ ഉണ്ടായ നിയന്ത്രണങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. IT സേവന കയറ്റുമതിയിൽ 50% വരെ ഇടിവുണ്ടായി. AI കൂടുതൽ കരുത്താർജിക്കുന്നതോടെ അത് വീണ്ടും കുറയും. കാർഷിക വ്യാവസായിക ഉൽപാദന സൂചികകളെല്ലാം താഴേക്കാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആവശ്യം അടിസ്ഥാന സാമ്പത്തിക ചട്ടങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന കരുത്തനായ റിസർവ് ബാങ്ക് ഗവർണറെയാണ്. ഓഹരി കച്ചവടവും ക്രിപ്റ്റോ കറൻസി കച്ചവടവും കൊണ്ട് തിരികെ കയറാവുന്ന സ്ഥിതിയിലല്ല ഇപ്പോൾ ഇന്ത്യയുടെ വിപണി. കോപ്പി ബുക്കുകൾ വായിച്ചുള്ള പരിചയവും ആഗോള വിപണിയെ നിരീക്ഷിച്ചുണ്ടാകുന്ന മികവും അമേരിക്കയുടെ ഫെഡറൽ റിസർവിനെ പോലും പിന്നിലാക്കാനുള്ള വേഗവും ഉള്ളവരാണ് ഈ ഘട്ടത്തിൽ റിസർവ് ബാങ്ക് തലപ്പത്ത് ഉണ്ടാകേണ്ടത്. പ്രധാനമന്ത്രിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യൻ പോലും രാജിവെച്ചു പോയി ഈ സർക്കാരിന്റെ പോക്ക് ശരിയല്ല എന്ന് പുസ്തകമെഴുതി. ഏതെങ്കിലും വ്യവസായികളുടെ താല്പര്യമാകരുത് റിസർവ് ബാങ്ക് സംരക്ഷിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.